blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കോഴിക്കോട് നിന്നുള്ള ശ്രീജ കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീനങ്ങാടിയിൽ നിന്നുള്ള ബിജു കെ എമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ജോയലിന് മസ്കുലർ ഡിസ്ട്രോഫിയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കർത്താവ് നീ കൊടുക്കണമേ. എത്രയും വേഗം തനിക്ക് നടക്കുവാനും കാര്യങ്ങൾ ശക്തിയോടെ ചെയ്യുവാനുമുള്ള ബലം അത്ഭുതകരമായി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുങ്കത്തറയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി 2 മക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹം നൽകണമേ, നല്ലൊരു ഭാവി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പഠനം തുടരുവാൻ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ഡിസംബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടൂർ ഡിസംബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Our feelings and our emotions and moods will change according to many different circumstances. നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും മൂഡും നമ്മുടെ സന്തോഷത്തിന്റെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല സാഹചര്യങ്ങളിൽ അത് പലപ്പോഴും മാറി മറിയാറുണ്ട്. But Jesus has no mood swings. എന്നാൽ യേശുവിന് അതുപോലെ തൻ്റെ വികാരങ്ങൾക്ക് മൂഡ് അങ്ങനെ മാറുന്നവനല്ല. When he comes to stay with you forever. യേശു കർത്താവ് വരുമ്പോൾ അദ്ദേഹം വരുന്നത് നമ്മളോട് കൂടെ എന്നും എന്നേക്കും നമ്മുടെ കൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ്. Even if you don't feel Jesus in your feelings, Jesus is still there. നിങ്ങളുടെ ആ ഫീലിങ്സിൽ, നിങ്ങളുടെ വികാരങ്ങളിൽ, നിങ്ങളുടെ തോന്നലിൽ യേശുവിനെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. Hallelujah. Hallelujah. That's why John the apostle says the one who is in you is greater than the one who is in the world. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. With the phrase the one who is in this world, he means Satan. ഈ ലോകത്തിലുള്ളവൻ എന്ന് പറയുന്നതിനെ പറ്റി അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നത് പിശാചിനെ പറ്റി തന്നെയാണ്. So Satan is in this world, പിശാച് സാത്താൻ ഈ ലോകത്തിലുണ്ട്. but Jesus is inside of you. യേശു കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. Many people imagine Jesus to be seated on the right hand side of the Father, up above, beyond the stars and all the galaxies and clusters and super clusters, somewhere around the corner of that universe Jesus is sitting. പല ആളുകളും അവരുടെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഭാവന കാണുന്നത് യേശു കർത്താവ് ഇന്നിരിക്കുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ വലത് ഭാഗത്ത്, അങ്ങ് ആകാശങ്ങൾക്ക് മീതെ, നക്ഷത്രങ്ങൾക്ക് മീതെ, അങ്ങനെ താരാപഥങ്ങൾക്കും അപ്പുറയായി പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും
ഏറ്റവും അറ്റേ കോണിൽ അവിടെ യേശു കർത്താവ് ഇരിക്കുകയാണെന്നാണ് പലരും ചിന്തിച്ചു And I am വെച്ചിരിക്കുന്നത്. here in Bangalore. ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. I'm in Madiwala. ഞാൻ ഇന്ന് മാടിവാളയിലാണ്. Oh my God, Jesus is there. യേശു കർത്താവ് അങ്ങ് അവിടെ ഇരിക്കുകയാണ്. What shall I do? ഞാൻ അതുകൊണ്ട് എന്ത് ഞാൻ ചെയ്യും? That is not fact. അതല്ല Of course, the heaven is the headquarters of God. തീർച്ചയായും ദൈവത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വർഗമാണ്. But at the same time, അത് അതേ സമയം തന്നെ one of the undeniable nature of God is that He is omnipresent. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു പ്രകൃതം, ഒരു സ്വഭാവം ഇതാണ്, അവന് എല്ലായിടത്തും ഉണ്ടായിരിക്കാവുന്ന സർവ്വവ്യാപിത്വമുണ്ട്. Right now He is here. ഇപ്പോൾ യേശു ഇവിടെയുണ്ട്, ദൈവം He is ഇവിടെ in Madiwala. മാടിവാളയിൽ അദ്ദേഹമുണ്ട്, He is in Brigade Road. ബ്രിഗേഡ് റോഡിൽ അദ്ദേഹമുണ്ട്, He is in St. Patrick's. അദ്ദേഹം ഇവിടെ സെയിന്റ് പാട്രിക്കിലുമുണ്ട്. And He is inside of you. ആ ദൈവം നിങ്ങളുടെ ഉള്ളിലും വസിക്കുകയാണ്. Shout a hallelujah to this Jesus. വലിയൊരു ഹല്ലേലൂയ ദൈവത്തിന് കൊടുത്താലോ. And that Jesus who is residing inside of you is greater than Satan who is in this world. ആ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ യേശു ഈ ലോകത്തിലുള്ള പിശാചിനേക്കാൾ സാത്താനേക്കാൾ വലിയവനാണ്. Hallelujah. ഹല്ലേലൂയ. So that you will become a victor and an overcomer. അത് നിമിത്തമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ജയാളിയും അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ മറികടക്കുവാനും You know പോവുകയാണ്. the story, Peter and all the other disciples, they were traveling in a boat, sailing in a boat, and there were winds and waves, and they began to sing. There is a time Jesus came to them walking upon water. ഒരിക്കലും യേശുവിൻ്റെ ശിഷ്യന്മാർ ആ വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വലിയ കാറ്റും തിരകളും നേരിടുവാനിടയായി തീർന്നു. അങ്ങനെ ആ കാറ്റും തിരകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു കർത്താവ് രാത്രിയുടെ സമയത്ത് അവരുടെ അടുക്കൽ എത്തിച്ചേരുകയാണ്. So Jesus was a water walker. യേശു കർത്താവ് അന്ന് അവിടെ വന്നത് വെള്ളത്തിന്റെ മീതെ നടന്നാണ്. And you and I, we are also called to be water walkers. ആ യേശു കർത്താവ് അങ്ങനെ നടന്നതുകൊണ്ട് നമ്മളും വെള്ളത്തിന്റെ മീതെ നടക്കുന്നവരായി I'm മാറേണ്ടതാണ്. not talking about physical waters. ഞാൻ പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വെള്ളത്തെ പറ്റിയല്ല. I'm talking about troubles which are coming to our lives like waves, tsunami waves. ഞാൻ പറയുന്നത് സാധാരണ സ്വാഭാവിക വെള്ളത്തെ പറ്റിയല്ല. നമ്മുടെ ജീവിതത്തിൽ തിരകൾ പോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സുനാമി തിര പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus walked on the waves. യേശു കർത്താവ് ആ തിരകളുടെ മീതെ നടന്നു. In the same way, if you believe in Him, we can also walk on the waters of trouble. ആ യേശു കർത്താവ് അന്ന് വെള്ളത്തിന്റെ മീതെ നടന്നതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും, യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന വെള്ളത്തിന്റെ തിരകളുടെ മീതെ നടക്കുവാൻ കഴിയുന്നതാണ്. Oh, from this here comes a wave of trouble, financial problem. നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു വലിയൊരു സാമ്പത്തികമായ പ്രശ്നത്തിന്റെ തിര വരികയാണ്. You can walk on that wave. നിങ്ങൾക്ക് ആ തിരയുടെ മീതെ നടക്കുവാൻ കഴിയുന്നതാണ്. Matthew 14 verse number 28. മത്തായി സുവിശേഷം 14:28. Lord, if it's you, Peter replied, tell me to come to you on the water, not inside the water, under the water, beneath the water, through the water, but on the water. അവിടെ പറയുകയാണ്, കർത്താവേ അത് അങ്ങാകുന്നുവെങ്കിൽ വെള്ളത്തിന്റെ മീതെ നടന്ന് അങ്ങയുടെ അടുത്തെത്തുവാൻ എന്നോട് കൽപ്പിക്കണമേ എന്ന് പത്രോസ് പറയുകയാണ്. Hallelujah. ഹല്ലേലൂയ. Did Jesus permit him? യേശു കർത്താവ് അതിന് അവനെ അനുവദിച്ചു? Sure. തീർച്ചയായും. Peter, come. യേശു പറഞ്ഞു, പത്രോസേ വരിക. He started walking on the water. അപ്പോൾ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ. There came another wave. മറ്റൊരു തിര വന്നു. He looked there. അവിടെ പത്രോസ് He നോക്കി. was frightened. പെട്ടെന്ന് അവൻ പേടിച്ചു. He started sinking. അവൻ മുങ്ങുവാൻ തുടങ്ങി. Then that time Jesus came again. ആ സമയത്ത് യേശു കർത്താവ് വീണ്ടും Gave വന്നു. his hand, took him up and started walking both of them together to the boat.
അവൻ കരങ്ങൾ നീട്ടി അവനെ എടുത്ത് അവർ രണ്ടുപേരും ഇപ്പോൾ തിരകളുടെ മീതെ നടക്കുകയാണ്. Brothers and sisters, this is what Jesus does with us in our lives. സഹോദരി സഹോദരൻ, ഇതാണ് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. Sometimes we pray big prayers, ചില സമയത്ത് നമ്മൾ വലിയ വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും, big declarations, വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. we'll start taking big challenges. വലിയ വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമ്മൾ In തുടങ്ങും. between we may sink. ആ സമയത്ത് നമ്മൾ മുങ്ങുവാൻ തുടങ്ങുകയാണ്. But Jesus will not push you down or drown you. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുമ്പോൾ യേശു കർത്താവ് നമ്മളെ മുക്കി അങ്ങനെ താഴ്ത്തുകയില്ല. He will take you up. യേശു കർത്താവ് കൈ തന്ന് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. Man of little faith, woman of little faith, why were you afraid? I'm here to sustain you. ഈ അല്പവിശ്വാസമുള്ള മോളെ, അല്പവിശ്വാസമുള്ള മകനെ, നീ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെട്ടത്? ഞാൻ നിന്നെ ഇവിടെ നിലനിർത്തുവാൻ നിന്റെ കൂടെ ഇല്ലേ? The Holy Spirit is speaking to some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. You of little faith, why are you afraid? Jesus is right there in your life. അല്പവിശ്വാസമുള്ള വ്യക്തികൾ, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്നോടൊപ്പം നിൽക്കുകയല്ലേ? Say hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, Say thank you Jesus. കൈകൾ വീശിക്കൊണ്ട് യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ, Thank you Jesus again. ഒരിക്കൽ കൂടെ പറഞ്ഞാലും യേശുവേ നന്ദി. Say it again. Thank you Jesus. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാലും യേശുവേ നന്ദി. Clap your hands and worship Him. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ ആരാധിച്ചാലും, Loud hallelujah. ശബ്ദം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചാലും. And Jesus is the rewarder of the overcomers. യേശു കർത്താവ് ഇങ്ങനെ ജീവിതത്തിൽ ജയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. How many of you want to receive a reward from the Lord? നിങ്ങൾ എത്ര പേർ ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? Not only He says you should be an overcomer with the Lord, but He says if you become an overcomer, I will give you rewards. യേശു കർത്താവ് യേശുവിനോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ജയാളികളായി തീരുമെന്നും മാത്രമല്ല വാഗ്ദാനം നൽകുന്നത്, നമ്മൾ അങ്ങനെ ജയാളികളായി കഴിയുമ്പോൾ താൻ നമുക്ക് പ്രതിഫലം നൽകുമെന്നും താൻ ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. Philippians chapter 4 verse number 13 says I can do all things through Him who gives me strength. ഫിലിപ്പിയർ 4:13 വാക്യം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയുന്നതാണ്. Meaning Jesus is a strength giver. അതിന്റെ അർത്ഥം ഇതാണ്, യേശു കർത്താവ് ശക്തി തരുന്നവൻ. Many people come to me and say, brother, I don't have strength to lead this life. പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള ശക്തിയില്ല. But He is your daily strength. അവനാകുന്നു നിങ്ങളുടെ ദിനംപ്രതിയുള്ള He will ശക്തി. give you strength for this day. ഈ ദിവസത്തേക്ക് ആവശ്യമായ ശക്തി ഈ ദിവസം തന്നെ കർത്താവ് തരും. And for tomorrow He will release another portion of strength. അടുത്ത ദിവസം നാളെ നിങ്ങൾക്ക് തരുന്നത് ആ ശക്തിയുടെ അടുത്ത ഒരു ഓഹരിയാണ്. Before you leave this place today, ഇന്ന് നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകുന്നതിന് He മുൻപ് wants to fill you with His faith. തന്റെ വിശ്വാസത്താൽ നിങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. Brothers and sisters, look at me. സഹോദരി സഹോദരന്മാരെ എന്നെ നോക്കിയാൽ, God has called each and every one of you to be a victor in your life. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും നിങ്ങളുടെ ജീവിതത്തിൽ ജയാളികളായി മാറുവാനാണ് യേശു കർത്താവ് വിളിച്ചിരിക്കുന്നത്. You may be saying, brother, how can I become a victor? My life is already shattered. പലരും ഒരു പക്ഷെ പറയായിരിക്കും, എൻ്റെ ജീവിതം ആകപ്പാടെ താറുമാറായിരിക്കുകയാണ്, ഇനി എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു ജയം എനിക്ക് കാണുവാൻ കഴിയും? I'm already very old. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രായം ഒത്തിരി കവിഞ്ഞിരിക്കുകയാണ്. Even on the last day of your life, you can become a victor. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ജയാളിയായി മാറുവാൻ കഴിയുന്നതാണ്. Time is not a problem for Jesus. യേശുവിന് സമയം തന്റെ മുൻപിൽ ഒരു പ്രശ്നമേ അല്ല. There is no age barrier with Jesus. യേശുവിന്റെ മുൻപിൽ ഒരു പ്രായം ഒരു തടസ്സമേ അല്ല. Hallelujah. Hallelujah. One thing that qualifies you to reach Jesus is your faith. യേശുവിന്റെ അടുക്കൽ എത്തുവാൻ നിങ്ങൾക്കുണ്ടാകേണ്ട യോഗ്യത എന്ന് പറയുന്നത് തന്നിലുള്ള വിശ്വാസമാണ്. Faith can pull down any barrier in front of you. നിങ്ങളുടെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെയും മറികടക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന് കഴിയുന്നതാണ്. Your caste is not a barrier. നിങ്ങളുടെ ജാതി അതിനൊരു പ്രശ്നമേ അല്ല. Religion is not a barrier. നിങ്ങളുടെ മതം അതിനൊരു തടസ്സമേ അല്ല. Your financial situation is not a barrier. നിങ്ങളുടെ സാമ്പത്തികമായ നിലവാരം അതിനൊരു തടസ്സമേ അല്ല.
Your holiness is not a barrier, നിങ്ങളുടെ വിശുദ്ധിയുടെ നിലവാരം അതൊരു മാനദണ്ഡമേ അല്ല. but your faith എന്നാൽ നിന്റെ is വിശ്വാസം what takes you to the presence of God. നിന്റെ വിശ്വാസമാണ് നിന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. Hallelujah. ഹല്ലേലൂയ. ആദ്യം രണ്ട് സാക്ഷ്യങ്ങളുണ്ട്. അല്ല, ആദ്യത്തെ ഒരു സാക്ഷ്യം തൻ്റെ പിതാവ് ഏകദേശം ഇപ്പോൾ തനിക്ക് 58 വയസ്സുണ്ട്. താൻ 35 വർഷത്തോളം താൻ മദ്യപാനിയായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. കഠിനമായ രീതിയിൽ അല്ലെങ്കിൽ കടുത്ത രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ. അതായത് താൻ പാറയുടെ ഒക്കെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും ഒക്കെ നമ്മുടെ ഇവിടുന്ന് ശുശ്രൂഷകർ ഒക്കെ ചെന്നിട്ട് അവർ വീട്ടിൽ ചെന്നിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് പറയുമായിരുന്നു കുടിക്കരുത്, മദ്യപിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഇത്രയും കട്ടിയുള്ള പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയില്ല. ഒത്തിരി പേരുടെ ന്യായം ഇതാണ്. കഠിനമായ ജോലി ചെയ്യുന്ന ഒത്തിരി പേരും പറയും, രാവിലെ മുതൽ ഇത്രയും കഠിനമായ ജോലി ചെയ്യുന്നത് കൊണ്ട് വൈകിട്ടാകുമ്പോൾ ഒരെണ്ണം ചെന്നില്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടാവില്ല. കേട്ടിട്ടുണ്ടോ? ഞാൻ അവരോട് പറയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, മദ്യക്കുപ്പിയുടെ അടുത്തിലേക്ക് വാ എന്നല്ല യേശു പറഞ്ഞത്, എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ശരിയാണോ? മദ്യക്കുപ്പി അല്ല ആശ്വാസം നൽകുന്നത്, ഉള്ള ആശ്വാസം കൂടെ അത് എടുത്തുകൊണ്ട് പോകും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വലിയ സമാധാനവും ആശ്വാസവും ലഭിക്കും. എന്നിട്ട് എന്ത് സംഭവം? അപ്പോൾ ഈ പിതാവിന് ഈ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ല. ഇതിനുശേഷം ഏകദേശം ഒരു 2-3 വർഷം മുൻപ് ഒരു ദിവസം ഇവരുടെ കാർ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താൻ ആ ഭാഗത്ത് വന്നപ്പോൾ, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബ്ലെസ്സിങ് സെൻ്ററിൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും കൂടി തന്നെ ഉന്തി തള്ളി തന്നെ ആ പ്രാർത്ഥനാ ഹോളിലേക്ക് ഒരു കണക്കിന് കയറ്റി, നിർബന്ധിച്ച് ഉള്ളിൽ തള്ളി എൻ്റെ ഉള്ളിൽ കയറ്റി. ഇവർ പറയുന്നത്, അന്ന് ആ ആരാധന അച്ഛൻ കൂടിയതിന് ശേഷം ഇന്ന് വരെ ഈ 3 വർഷത്തിന് 2.5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ആരാധന മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മദ്യപാനം 35 വർഷത്തെ കഠിനമായ മദ്യപാനവും മാറിപ്പോയി എന്നാ പറയുന്നത്. ഇവിടെ വന്നിട്ടുണ്ടോ? അച്ഛൻ എന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, ഇന്ന് വന്നിട്ടില്ല. എനിക്കൊന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. ദിസ് ഈസ് റിയലി അമേസിങ്. ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ടൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ലേഡീസിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു. ഈ ഒരു പ്ലാസ്റ്റിക് കിറ്റ് കയ്യിലുണ്ട്, വെണ്ടക്ക, അച്ചിങ്ങ, പച്ചക്കറി വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ചുമ്മാ അദ്ദേഹത്തെ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വന്നു. ആരോ പറഞ്ഞു ഒന്ന് കയറി ഇരുന്നിട്ട് പോകും. പക്ഷെ അദ്ദേഹം അന്ന് അവിടെ ഇരുന്നു. ഇന്ന് അദ്ദേഹം നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിലെ ശക്തനായ ഒരു ലീഡറാണ്. പച്ചക്കറി മേടിക്കാൻ പോകുന്ന സമയത്ത് 2 ലേഡീസിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. ചെന്ന് കയറി ഇരുന്നിട്ട് പോകും. പക്ഷെ അദ്ദേഹത്തെ ദൈവം തൊട്ടു. ഇതാണ് അച്ഛൻ്റെ സാക്ഷ്യം. മാത്രമല്ല, പിതാവ് പുകവലിക്കുമായിരുന്നു. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പുകവലിയും പൂർണ്ണമായിട്ട് നിർത്തി. മാത്രമല്ല, ഇന്ന് മദ്യപിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ പോയിട്ട് ഉപദേശിക്കും, നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം എന്തിനാ ചെയ്യുന്നേ, മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകളെ താൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കായിരുന്നു മദ്യപാനികളോട്. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഈ സഹോദരിക്ക് വിവാഹത്തിന് ശേഷം ഏകദേശം 8ാമത്തെ മാസമായപ്പോൾ, സഹോദരിയാണ് ഇതാണോ ആദ്യത്തെ പ്രീത. അപ്പോൾ തനിക്ക് 8 മാസം ആയപ്പോൾ താൻ പ്രഗ്നൻ്റ് ആയി. അത് കുറച്ച് നാളുകൾക്കുള്ളിൽ അത് മിസ്കാരേജ് ആയിപ്പോയി. അവരങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ, സ്കാനും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആ റിപ്പോർട്ടെല്ലാം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സാധാരണ നിലയിലൊരു കുഞ്ഞുണ്ടാകാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. അതിനൊരു കാരണം പറയുന്നത്, യൂട്രസ് ഒരു ബൈക്കോർണേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് തൻ്റെ യൂട്രസ് ഇരിക്കുന്നത്. അതായത് ഒരു ഹാർട്ടിൻ്റെ ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്നത് കൊണ്ട് നോർമലായിട്ടുള്ള രീതിയിൽ ഡെലിവറി സാധ്യമല്ല. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെയധികം വിരളമാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടിൽ തനിക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം തൻ്റെ സ്ത്രീധനത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ തൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ടായിട്ട് ഭർത്താവുമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു പ്രത്യേക കാരണങ്ങളെല്ലാം കൊണ്ട് താൻ മിസ്കാരേജ് എല്ലാം കഴിഞ്ഞ് ചില മാസങ്ങൾക്കുള്ളിൽ താൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു.
എന്നാൽ വീട്ടിലേക്ക് താൻ വരുന്ന സമയത്ത് താൻ പ്രഗ്നൻ്റ് ആയിരുന്നു, തനിക്കത് അറിയില്ലായിരുന്നു. എന്നാൽ താൻ വീട്ടിലെത്തി താൻ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തനിക്ക് പ്രാർത്ഥിക്കാനുള്ള യാതൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് താൻ ബാത്റൂമിനകത്തൊക്കെ കയറിയിരുന്നിട്ടാണ് താൻ പ്രാർത്ഥിക്കുമായിരുന്നത്. അതുപോലെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം തന്നെ. ആ സമയത്ത് ഈ സഹോദരി വീട്ടിലേക്ക് വന്നു, താൻ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആണെന്ന് താൻ അറിഞ്ഞു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പതിവ് പോലെ തന്നെ പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല, കാരണം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്, ഇല്ലെങ്കിൽ തന്നെ നോർമലായിട്ടുള്ള ഡെലിവറി ഈ സഹോദരിയുടെ ജീവിതത്തിൽ നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഇവർ പറയുന്നത് അതിനുശേഷം ഇതിനുള്ളിൽ ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കണ്ട് എല്ലാ ദിവസവും ബ്രദർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കോൾ സെൻറ്ററിലൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു സ്കാനിന് വേണ്ടിയിട്ട് ഇവർ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ആ സ്കാനെല്ലാം എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്, മുൻപ് കണ്ട അതേപോലത്തെ ഒരു ആ ബൈക്കോർണേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അങ്ങനെ കാണാനേ ഇല്ല. അത് മാറിപ്പോയി. തൻ്റെ ആ ഒരു യൂട്രസിനകത്ത് തനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിനുശേഷം ആ സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ എഴുതിയേക്കാണ് ഒരു കുഞ്ഞിന് ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ഒരു യൂട്രസ് ആണ് തൻ്റെ അവസ്ഥ ഇപ്പോൾ എന്ന് ഡോക്ടർ സാക്ഷ്യം പറയുവാനായിട്ടിടയായി. അതാണോ കയ്യിലിരിക്കുന്നത്? ആദ്യത്തെ റിപ്പോർട്ടിൽ അതിൻ്റെ കുഴപ്പമുണ്ട്, രണ്ടാമത്തെ റിപ്പോർട്ടിൽ അത് നോർമലാണ്, യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു നോർമൽ ഡെലിവറി നടക്കാനുള്ളൊരു സാധ്യത കുറവൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഇവർ 8 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് ഡെലിവറി പെയിൻ വന്നു. കാരണം കുഞ്ഞിന് കുറച്ച് വളർച്ച കൂടുതലായിരുന്നു. പെട്ടെന്ന് ഡെലിവറി പെയിൻ വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ മരുന്ന് വെച്ചോ അല്ലെങ്കിൽ സിസേറിയനിലൂടെ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാം എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സഹോദരി പറയുന്നത്, ഈ സഹോദരി ഹോസ്പിറ്റലിൻ്റെ ആ ലേബർ തിയേറ്ററിലേക്ക് കയറി കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ തൻ്റെ ഡെലിവറി നടന്നു. മരുന്ന് കുത്തിവെക്കാനോ സിസേറിയനോ ഒന്നിനും സമയം പോലും കിട്ടിയില്ല. കുറച്ച് സമയത്തിനകം തന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ലേബർ തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് വേറെ മക്കളെയും കൊണ്ട് വന്നിരുന്ന അമ്മമാർ പറയുക, ഈ കൊച്ചിപ്പോൾ പോയതല്ലേ ഉള്ളൂ, അതിനും വേഗത്തിൽ തിരിച്ചു വന്നല്ലോ എന്ന് അവർ പറയുവാനായിട്ടിടയായി. ഈ പുള്ളിക്കാരനെ കുറിച്ചാണോ പറയുന്നത്? അതെ, ആ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി, സ്പെഷ്യൽ ചൈൽഡ്, വെരി സ്മാർട്ട്. ഈ ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. ഇവരുടെ വീട്ടിൽ ഇവർ 2 പെൺകുട്ടികളാണ്, ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഈ അമ്മയൊക്കെ ഇടയ്ക്ക് ഈ സഹോദരിയുടെ ഇങ്ങനെ വയറ്റിൽ കൈവച്ചിട്ട് പറയും, ഇത് മോനാണെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ കർത്താവ് ഇത്രയും പെണ്ണുങ്ങൾക്കിടയിലേക്കൊരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് നൽകി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ഒരു പൈതൽ പുറത്തേക്ക് വന്നു. ഹല്ലേലൂയ. ഒരേ വീട്ടിൽ 2 അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തു. എത്ര പേർക്ക് അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ താല്പര്യമുണ്ട്? ഇന്ന് വരെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. കൈ ഉയർത്തി പറ, കർത്താവ് എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. 2 കൈകളും ഉയർത്തി. കർത്താവെ, കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ, മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്ന ലോകമെമ്പാടും ഈ സാക്ഷ്യം കാണുന്നവരിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ന്യൂ ഇയർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. ഡിസംബർ 31 ശനിയാഴ്ച രാത്രി 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-422-101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ഡിസംബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടൂർ ഡിസംബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൈനീട്ടി ഓരോ വ്യക്തിയെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മൂക്കിൻ്റെ അകത്ത് മാംസ വളർച്ചയുണ്ടായി ശ്വസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഒരു സമ്പൂർണ്ണ വിടുതൽ അവിടെ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്.
അതുപോലെ കണ്ണുനീർ ഗ്രന്ഥികളിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. ക്യാൻസർ സൗഖ്യമാകട്ടെ. മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള അൾസർ, അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. നട്ടലിനെ തകരാറ് ബാധിച്ച് പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. അലർജി രോഗം സൗഖ്യമാകട്ടെ. വിവാഹത്തിന് ശേഷം മക്കളില്ലാതെ ദുഃഖത്തിലായിരിക്കുന്ന ദമ്പതികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിലായ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നീര് വന്നിരിക്കുന്ന മാത്രമല്ല, കാല് ചലിപ്പിക്കുമ്പോൾ പെയിനുള്ളൊരു വ്യക്തി പൂർണ്ണമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ട്യൂമറുകളും മാറിപ്പോകുന്നതോടൊപ്പം ഡെഡ്ലി ഡിസീസസ് പൂർണ്ണമായി മാരകരോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും പ്രയാസം എന്താണെങ്കിലും ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം യേശുവിൽ നിന്ന് വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിലും കർത്താവെ അങ്ങൊരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇന്നും നാളെയുമായിട്ടാണ് നടക്കുന്നത്. തീർച്ചയായും വരണം. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി മുതൽ തടസ്സങ്ങളെ തകർക്കുക എന്ന പുസ്തകം വരെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രതികൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 12:30 വരെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രത്യേകമായ പ്രേയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കണം. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.